ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു മോർണിംഗ് ഡ്രിങ്കായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വയറ്റിലൊക്കെയുള്ള കൊഴുപ്പ് മാറാനും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാനും കൂടി സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് നാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ നാരങ്ങ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുക്കുക. അത് നമ്മൾ അതിൻ്റെ നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞ് മാറ്റുക. അത് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ആ തൊണ്ട് ഭാഗമില്ലേ, അതൊരു കഷ്ണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇതേപോലെയാണ് നാരങ്ങയുടെ തൊണ്ട് ഞാനിവിടെ അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നീര് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ. പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഇതേപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ നാരങ്ങയുടെ തൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. അത് തൊലിയൊക്കെ ചീവി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടണ്ട, ഇതേ അളവിൽ എടുത്താൽ മതി, ഒരല്പം എടുത്താൽ മതി. ഒരു ഗ്ലാസ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും മതിയാവുമേ. അപ്പം നമ്മൾ ഈ പാൻ എടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് പറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള കറുവാപ്പട്ട തന്നെ വേണം ഇതിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് നാരങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക്, അതേപോലെ നമ്മുടെ കറുവാപ്പട്ടയുടെയൊക്കെ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം.